ഹലോ ഗായ്സ്, ഐ എം ഹിയർ ദി ഹേ ഗെയിമർ. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പറഞ്ഞാൽ വേറെ ഒന്നിനല്ല, വാട്ട്സ് കമ്മിങ് ഓൺ ടുമോറോ. അപ്പം എന്തായാലും നാളെ നമ്മൾ ഇന്നലത്തെ കളി എല്ലാവരും കണ്ടതെന്ന് വിചാരിക്കുന്നു. ഇന്ത്യ വേഴ്സസ് ഹോങ്കോങ് വൻ കളിയേനു. 2-1 ഇന്ത്യ ജയിച്ചത്. അപ്പോൾ ഒന്നും പറയാനില്ല, ഇന്ത്യ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് കിടക്കാം. എല്ലാവരും കിടക്കുന്നതിന് മുമ്പ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. റോഡ് 100 സബ്സ്ക്രൈബേഴ്സാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് കിടക്കാം. വയസ്സ് വരാൻ സാധ്യതയുള്ളതെന്ന് പറഞ്ഞിരിക്കണേ. നമുക്ക് ആദ്യം ഇത് നോക്കാം. കാരണം എന്താ വെച്ചാൽ വേറെ ഒന്നുമല്ല, ചിലപ്പോൾ മിഷൻസിൽ ഇത് ഇങ്ങനെ വരാൻ സാധ്യത ഉണ്ട് കേട്ടോ. 2 ഹൈലൈറ്റ് ഡഗ്ലാൻ റൈസിൻ്റെ ഒരു എപ്പിക് കാർഡ് ഒക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത് ചിലപ്പോഴെങ്കിലേ ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ ഈ സെലക്ഷൻ കോൺട്രാക്റ്റ് ഇല്ലേ, അത് ഏലാവെന്ന് വെച്ചാൽ ഈ പാക്കിലാവാൻ സാധ്യതയുണ്ട്. ഇത് നല്ലൊരു പാക്ക് ഉണ്ടാവും. നെക്സ്റ്റ് ഇത് പിന്നെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വേണ്ട ഒരാളും ഉണ്ട്. ഇതൊക്കെ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ. പിന്നെ എല്ലാവരും നാളെ വലിയ മേജർ അപ്ഡേറ്റ് ഒന്നും ഇല്ലെങ്കിൽ ഒരു മൈനർ അപ്ഡേറ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇത് നോക്കിയുണ്ട്, ലോഞ്ച്ഡ് ഇൻ നൗ, പ്ലീസ് സിറ്റ് ടൈറ്റ് അൺടിൽ ദി ഇവൻറ്റ് ഈസ് ലോഞ്ച്ഡ് ഇൻ ഏപ്രിലാണ് ഈ ഇവൻറ്റ് വരിക എന്നാണ് പറയുന്നത്. പിന്നെ നാളെയാണ് ഈ ഫുട്ബോൾ ലീഗ് എന്താ പറയുക കയ്യിലാക്കാം. ഈ ഫുട്ബോൾ ലീഗ് നാളെ കഴിയും. നാളെ അവസാനിക്കുമ്പോൾ എന്താ പറയുക പറയുന്നുണ്ട്, സ്മാർട്ട് അസിസ്റ്റ് ഇതാക്കും. സ്മാർട്ട് അസിസ്റ്റിനായിട്ട് വേറെ ലീഗും സ്മാർട്ട് അസിസ്റ്റ് അങ്ങനെ ആക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. ഇനി അറിയില്ല, നാളെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഇനി എല്ലാവരും ഏപ്രിൽ പകുതിക്കൊക്കെ ആക്കുമെന്ന് എനിക്കറിയില്ല. കാരണം ഈ ഫുട്ബോൾ ലീഗ് അവസാനിക്കും, ഒരു നോമിനേറ്റിംഗ് കോൺട്രാക്റ്റ് വരും. അങ്ങനെയൊക്കെ തന്നെ അറിയുമ്പോൾ നാളെ ആകാനാണ് സാധ്യത കൂടുതലും. പിന്നെ നമുക്ക് വേണമെങ്കിൽ പ്ലെയർ ഓഫ് ദി വീക്ക് ഇതാരൊക്കെ മനസ്സിലായത്? ഇത് ഈ നിൽക്കുന്ന വിഡിച്ചാണ് ലോങ് റേഞ്ച് ഷൂട്ടിങ്ങിൽ. പിന്നെ മറ്റേത് മാർക്കസ് തുറാമാട്ടോ. ഇതാണ് പിന്നെ കൂടെ വരാനുള്ള സാധ്യത ഉള്ളത്. ഫ്ലോറൻ വിഡ്സ് 2 ഗോളും 2 അസിസ്റ്റും ജർമ്മനിക്ക് വേണ്ടി നേടിയിരുന്നു കേട്ടോ. പിന്നെ വാൻഡേക്കും 1 ഗോള്. വിഡ്സും എന്തായാലും ഉറപ്പിച്ചതാട്ടോ വരുന്നത്. പിന്നെ ഗ്യോക്രസ് എനിക്ക് പറ്റിയ ഹാട്രിക്ക് അടിച്ചിരിക്കണേ. വേറെ ഒന്നുമില്ല, എനിക്ക് വരണം തന്നെ ഉണ്ട്. കാരണം എന്താ വെച്ചാൽ പോളണ്ട് പോയില്ല, ഡെസ്കിന് ആലോചിച്ചിട്ട് വിഷമമൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും സ്വീഡൻ കഴിഞ്ഞ 2 വർഷത്തിനായിട്ട് ഇത് വേൾഡ് കപ്പിലൊന്നും കയറിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ശേഷം ലീഗൊക്കെ കയറുമ്പോൾ ഒരിതുണ്ടാവുമല്ലോ, അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ ടൊനാലി വരാൻ സാധ്യതയുണ്ട്. ഇറ്റാലിയൻ്റെ 1 ഗോളും 1 അസിസ്റ്റും നൽകിയിട്ടുണ്ട്. ലൂക്ക ബാക്കിയോ 2 ഗോള് ജർമ്മനി ബെൽജിയത്തിന് വേണ്ടി. ഒയാഴ്സബിൾ സ്പെയിനിനും വേണ്ടി 2 ഗോൾ അടിച്ചിട്ടുണ്ട്. പിന്നെ നീക്കോ പാസിൻ്റെ ആ ഫ്രീ കിക്കില്ല അർജൻറ്റീനയ്ക്ക് വേണ്ടി, അതുകൊണ്ട് സാവിറ്റ്സർ ഉണ്ട്, മാർസൽ സാവിറ്റ്സർ. അത് ഏതാ ടീം? ഇത് അറിയത് ഏതാ ടീമുണ്ട്. 1 ഗോള് 2 അസിസ്റ്റുമാണ് നൽകിയിട്ടുള്ളത്. പിന്നെ ബ്രൈസ് സാംബ ഫ്രാൻസുള്ളത്. ഫ്രാൻസിന് വേണ്ടി ഒരു കീപ്പർ 4 സേവാണ് നടത്തിയിട്ടുള്ളത്. പിന്നെ എന്താ പറയുക ജപ്പാൻ്റെത്, പിന്നെ ഫെദറി കഴിവ് അങ്ങനെ അത് വരുന്നുണ്ട്. പിന്നെ ഒന്നും പറയാനില്ല ഗൈസ്, ഇറ്റാലി ഇവരായിട്ട് പൊട്ടിയില്ലേ. ഇന്ത്യൻ ടീമിൻ്റെ പേര് ബോസിയാനാ, എന്തോ ടീം. പിന്നെ ഈ ഫുട്ബോൾ ലീഗ് വരാൻ സാധ്യത വേറെ ആരും അല്ല കേട്ടോ.
എന്താ സാധ്യതയാണ്, ഇത് ഉറപ്പില്ല. ഇനിയും വേറെ കുറേ ഇതുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഫെദറിക്കോ മസ്താനുണ്ട്, മറ്റേ റയൽ മാഡ്രിഡിൻ്റെ ഓൻ വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഡെയിലി ഫ്രീ ഡ്രോ ഇല്ലേ, മീൻസ് നമ്മളെ റൈക്കാർഡും ബെക്കാമൊക്കെ ഉള്ളതിൻ്റെ ആ ഒരു പാക്കിൽ നിന്ന് ചിലപ്പോൾ ഈ കസമീറോ ആവുന്നു ഇത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ ഫുട്ബോൾ ലീഗിൽ ചിലപ്പോൾ സിറ്റിൻ്റെ ബെനാവും എന്നും പറയുന്നുണ്ട്. ഇവൻ്റെ പേരും കറിയില്ല ഗൈസ്. പിന്നെ ഉള്ളത് അൽഹാൻഡ്രോ ബാൽഡെയാണ്, ഈ ഫുട്ബോൾ ലീഗ് തന്നെയാണ്. അപ്പോൾ ഈ ഫുട്ബോൾ ലീഗാണ് എന്തായാലും എല്ലാവരും ഉറപ്പിച്ചിരിക്കണേ. ലീഗിൽ ഇവരൊക്കെ ആവും വരാൻ സാധ്യത. പിന്നെ നാളെ വരാനുള്ള പാക്ക് പറഞ്ഞാൽ വേറെ ഇതുമില്ല, നാഷണൽ അറ്റാക്കേഴ്സ് എന്ന് പറഞ്ഞാണ്ട് ഒരു പാക്കാണ് വരാൻ സാധ്യത ഉള്ളത്. ഡിയാഗോ മറഡോണ, തിയറി ഹെൻറി, വെസ്ലി സ്നൈഡർ. ഒന്നും പറയുന്നില്ല, കിഡിലാവും. ഞാൻ എട്ടോക്ക് വേണ്ടി കാത്തിരുന്ന കോയം പോകുമെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ഞാൻ കറക്കൂല, ഞാൻ 8 വന്നാലേ കറക്കുള്ളൂ. വാച്ചിക്കന്നെ നിൽക്കുകയാണ്. 8 വരുന്ന റൂമറുണ്ട് കേട്ടോ, റൂമറാണ്, ചെറിയ വരുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ആർസണലിൻ്റെ ബാക്ക് വരുന്ന റൂമറുണ്ട്, പക്ഷേ അത് കഴിഞ്ഞ ആഴ്ച വരേണ്ടതായിരുന്നു. എന്താ അറിയില്ല, കൊണാമി കളിച്ച്. പിന്നെ വേറെ കുറേ റൂമേഴ്സ് കിട്ടിയിട്ടുണ്ട്. അതൊന്ന് വെറുതെ റൂമർ അടിച്ച് വീഡിയോ ലാക്കാക്കേണ്ട വിചാരിച്ചിട്ട് തന്നെയാണ് അറിയിക്കാത്തത്. പിന്നെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു ഇത് വരാൻ സാധ്യതയുണ്ട്. സാംബ്രാട്ടയും ടോൾഡോയും നെസ്റ്റയാണ് അപ്പുറത്തുള്ളത്. നെസ്റ്റിൻ്റെ ഇത് ഞാൻ കാണിക്കാതെ വേറെ ഒന്നുമല്ല, എനിക്ക് അപ്ഡേറ്റ് വന്നപ്പോൾ സാംബ്രാട്ടോ എഡ്ജിറ്റ് ക്രോസിങ് നോർവിച്ച് ടാക്കിൾ, ടോൾഡോ GK ഡയറക്ടർ ഇൻ ഡിഫൻസ്. പിന്നെ ഇതാ അപ്പുറത്ത് നെസ്റ്റാന്ന് എഴുതിയിരിക്കുന്നു, സ്കില്ലൊന്നും ഒരു പറഞ്ഞിട്ടില്ല. അപ്പോൾ ലീഗ് ഗാർഡിയൻസ് ആയിട്ട് വരുന്നുണ്ട്, ഒന്നാ പുളിക്കും എന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് വരാൻ സാധ്യതയായിട്ട് ഉള്ളത്. അപ്പോൾ ഇതൊക്കെ ആയാലും ഇതൊക്കെ വന്നാൽ വിളിക്കും, ഒന്നും പറയാനില്ല, സ്കിണ്ണാവും. പിന്നെ പറഞ്ഞിട്ടും കാര്യം ഉണ്ടാവില്ല, ഭയങ്കര ലാഭമാണ്. ഈ മറഡോണ വന്നാലാണ് എനിക്ക് ഞാൻ ആലോചിക്കണേ, എങ്ങനെ ആവൂടാ മറഡോണൊക്കെ വന്നാൽ, ആലോചിക്കും നിങ്ങൾ. എന്തൊക്കെയായാലും പൊളിയാവും ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ, നമുക്ക് പോണ് ചേട്ടാ.